മലയാളികളുടെ പ്രിയ നടനും എഴുത്തുകാരനുമൊക്കെയായ ശ്രീനിവാസന്റെ മക്കളാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. രണ്ടുപേരും അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിപ്പെട്ടവരാണ്. സിനിമയിൽ വന്ന ശേഷം ധ്യാൻ ശ്രീനിവാസൻ നൽകിയ അഭിമുഖങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ധ്യാൻ തുറന്നു പറയാറുള്ളത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗത്തെക്കുറിച്ച് ധ്യാൻ സംസാരിച്ചിരുന്നു. കൂടാതെ ഉപരിപഠനത്തിനായി ചേർന്നപ്പോൾ മുതലുള്ള കഥകളും ചെന്നൈ ജീവിതം വഴി കിട്ടിയ അനുഭവങ്ങളുമെല്ലാം നടൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യാതൊരുവിധ പ്രതിച്ഛായ ഭയവുമില്ലാതെയാണ് ധ്യാൻ തന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്താറുള്ളത്. അതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തന്റെ രീതികളൊന്നും തിരുത്താൻ ധ്യാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴിതാ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇത്രമാത്രം ജീവിത കഥകൾ ഈ ചെറുപ്രായത്തിൽ തന്നെ പറയാൻ കഴിയുന്നതിന്റെ കാരണം ധ്യാൻ വെളിപ്പെടുത്തി. ധ്യാനിന്റെ ജീവിത കഥകൾക്കാണ് ആരാധകർ കൂടുതലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവതാരക അത്തരമൊരു ചോദ്യം ധ്യാനിനോട് ചോദിച്ചത്. നമ്മൾ ജീവിക്കുന്ന രീതി അനുസരിച്ചാണ് അതെല്ലാം ഇരിക്കുന്നത്. എങ്ങനെ ജീവിച്ചുവെന്നതെല്ലാം അനുസരിച്ചിരിക്കും. 20 വയസ്സൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. പിന്നീട് കുത്തഴിഞ്ഞ ജീവിതം. എനിക്ക് മുന്നോട്ട് വെക്കാൻ ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞ കഥകളിലെല്ലാം എൻ്റെ പോക്രിത്തരമൊക്കെയാണ്. അച്ഛനെയും അമ്മയെയും ഒരുപാട് വിഷമിപ്പിച്ച മകനാണ്. പക്ഷേ ഇപ്പോൾ അവർ എന്നെക്കുറിച്ച് ഓർത്ത് പ്രൗഡാണ്. കാരണം ഞാൻ ഡെയിലി പണിക്ക് പോകുന്നുണ്ടല്ലോ. കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയപ്പോൾ അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കുറച്ച് ദിവസം ഡേറ്റ് ഉണ്ടാകുമോ എന്ന് അച്ഛൻ ചോദിച്ചു. ഏത് പടമാണ് അച്ഛാ എന്നാണ് ഞാൻ ഉടനെ ചോദിച്ചത്. എന്നാൽ അച്ഛൻ പറഞ്ഞ മറുപടി പടത്തിന് വേണ്ടി ചോദിച്ചതല്ല, വീട്ടിലിരിക്കുമോ എന്നറിയാൻ ചോദിച്ചതാണ് എന്നാണ്. അവർക്കെന്നെ കാണാൻ വേണ്ടി. അതുപോലെ ഇതേ അച്ഛനാണ് പണ്ടെന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയത്. ഇന്ന് അതേ അച്ഛൻ എന്നെ വിളിച്ച് വീട്ടിലിരിക്കാൻ പറയുന്നു. എന്തൊരു മാറ്റമാണെന്ന് നോക്കൂ. എന്നെ വീട്ടിൽ നിന്ന് ഒരിടയ്ക്ക് പുറത്താക്കിയിരുന്നു. സിനിമയിൽ വരണമെന്ന് പറഞ്ഞതിനാണ് പുറത്താക്കിയത്. എന്നാൽ ഇന്ന് അതേ സിനിമയിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഒരു റിവഞ്ച് ആയിരുന്നു ഇത്. വീട്ടിൽ നിന്നും പുറത്താക്കിയ ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ചെന്നൈയിലേക്ക് ഞാൻ പോയത്. അവിടെ നിന്നും വളരെ കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയത്. ഇതിനെ ഹാർഡ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, സ്മാർട്ട് വർക്ക് എന്ന് പറയാം. സിനിമയിൽ ഡിസിപ്ലിൻ വേണം. എല്ലാവരോടും നന്നായി പെരുമാറണം. എല്ലായിടത്തും ഞാൻ ഒരുപോലെയാണ് നിൽക്കുന്നത്. അച്ഛനൊന്നും എനിക്ക് സപ്പോർട്ടായിരുന്നില്ലെന്നും ധ്യാൻ പറയുന്നു. ഈ വർഷം റിലീസ് ചെയ്തതിൽ ഹിറ്റായ ധ്യാനിന്റെ സിനിമ വർഷങ്ങൾക്ക് ശേഷമാണ്. മറ്റുള്ള സിനിമകളിലേറെയും പരാജയമായിരുന്നു.